മരണത്തിന്റെ മുനമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ മാസത്തെ വരവേൽക്കാനൊരുങ്ങി പലസ്തീനികൾ. മാർച്ച് 10-നാണ് ഈ വർഷം റമദാൻ മാസാരംഭം. ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന പലസ്തീനികളും റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കാതെ ഇസ്രായേൽ സൈന്യത്തിന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ജീവൻ കയ്യിലെടുത്തുകൊണ്ട് പലായനം ചെയ്ത പലസ്തീനികളിൽ ഒരു വലിയ വിഭാഗം ഗാസയിലെ അതിർത്തി നഗരമായ റഫയിൽ തമ്പടിച്ചിരിക്കുകയാണ്. റമദാൻ പുണ്യമാസം ആരംഭിക്കുന്ന മാർച്ച് 10 വരെയാണ് അഭയാർത്ഥികളെ വിട്ടു നൽകുവാനും നിരുപാധികം കീഴടങ്ങുവാനുമായി ഇസ്രായേൽ ഹമാസിന് നൽകിയിരിക്കുന്ന സമയം. അതുണ്ടായില്ലെങ്കിൽ യാതൊരു വിവേചനവുമില്ലാതെ ഇസ്രായേൽ റഫയിൽ ശക്തമായി ബോംബാക്രമണം നടത്തും. വാവിളർന്നു നിൽക്കുന്ന മരണത്തിന് മുന്നിലും ആഘോഷത്തിന്റെ തിരക്കിലാണ് ഗസയിലെ കുട്ടികൾ. റമദാനെ വരവേൽക്കുവാനായി കുട്ടികൾ പടക്കം പൊട്ടിക്കുന്ന ചടങ്ങ് പലസ്തീനിൽ നടക്കാറുണ്ട്. പക്ഷേ അടുക്കി സ്ഥാപിച്ചിരിക്കുന്ന ടെന്റുകൾക്ക് തീ പിടിക്കുമോ എന്ന ഭയത്തിൽ ഇപ്പോൾ ഇവരത് ചെയ്യുന്നില്ല. മാത്രമല്ല, ഭക്ഷണം പോലും ലഭിക്കാതെ മുഴുപട്ടിണിയിലുള്ള പലസ്തീനികൾക്ക് അത്തരം ആഘോഷങ്ങൾ സ്വപ്നം കാണാനേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. ഒക്ടോബർ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തിൽ 19 ലക്ഷം പലസ്തീനികൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. തങ്ങളാൽ കഴിയുന്ന വിധം റമദാനെ വരവേൽക്കുവാനായി അവർ ടെന്റുകൾ അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പ് നോൽക്കുവാനോ മറ്റു ചടങ്ങുകൾക്കോ ഉള്ള സൗകര്യങ്ങളൊന്നും ഇവർക്കില്ല. ദിവസവും നോമ്പ് മുറിക്കുവാൻ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് കൊണ്ട് മുഴുപട്ടിണിയിലായ ഇവരിൽ പലർക്കും ഇത്തവണ നോമ്പ് നോക്കുവാൻ കഴിയില്ല. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 500ഓളം പള്ളികളാണ് ഗാസയിൽ ഇതുവരെ തകർന്നു പോയത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒന്നിക്കുവാനും ഇവർക്ക് സ്ഥലമില്ല. വെടിനിർത്തലിനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും 5 മാസമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന പലസ്തീനികളുടെ പ്രതീക്ഷ മങ്ങുകയാണ്. 30,000-ത്തിലധികം പലസ്തീനികളാണ് ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ മരണസംഖ്യ ഉയരുവാൻ തന്നെയാണ് സാധ്യത.